നിലവിൽ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നവർ, അല്ല +2 കഴിയാൻ പോകുന്നവർ, +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് +2ന് ശേഷം എന്ത് പഠിക്കും, +2 കഴിഞ്ഞ് എന്ത് പഠിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ +2 പഠിച്ചപ്പോഴാണെങ്കിലും +2 കഴിഞ്ഞപ്പോഴാണെങ്കിലും നമുക്ക് പറഞ്ഞു തരാനോ നീ ഇന്ന കോഴ്സ് എടുക്കടാ, ഫാമിലി ആർക്കാണെങ്കിലും അതിനെപ്പറ്റി ഐഡിയ പറഞ്ഞു തരാനോ ഒന്നും ഓരോ ആൾക്കാരൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊരു മെയിൻ പ്രശ്നമാണ്. +2 കഴിഞ്ഞ് എന്ത് പഠിക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ ആ കോഴ്സിനുള്ള ജോലി സാധ്യത എല്ലാം നമ്മൾ അന്വേഷിക്കണം. കാരണം ഇപ്പോൾ പോലുള്ള ടെക്നോളജി വന്നേക്കുന്നതിനെ കൊണ്ട് കുറേ ജോലികളുടെ സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽഡിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ആ ഒരു മേഖലയുടെയൊക്കെ പ്രസക്തി ഇനിയിപ്പോൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു +2 കഴിഞ്ഞ് നമ്മുടെ പൈസയും നമ്മുടെ ടൈമും ഒരു കോഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം നമുക്ക് വർത്താവും, ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്രമാത്രം ആ കോഴ്സ് യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ ആ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ജോലികൾ ഫ്യൂച്ചറിൽ ആൾക്കാർക്ക് എത്രമാത്രം ഉപകാരം ഉണ്ടാവും എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു കോഴ്സ് യൂസ് ചെയ്യാൻ. ആ ഒരു രീതിയിൽ ഒരു ടെക്നിക്കൽ ഹാൻഡ് സ്കിൽ വേണം, അല്ലെങ്കിൽ ടെക്നിക്കൽപരമായിട്ട് ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് മൊബൈൽ ഫോൺ സർവീസിങ്. അതായത് മൊബൈൽ ഫോൺസിൽ വരുന്ന കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, മൊബൈൽ എന്ന് പറയുന്നത്, മൊബൈൽ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഈ ഒരു ഡിവൈസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നമുക്കറിയാം, നമ്മുടെയൊക്കെ ആൾക്കാർക്ക് ഈ സാധനം ഇല്ലാണ്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച്, നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ഫോൺ വഴിയാണ്. നമുക്കൊരു ആവറേജ് 2 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനായി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കടക്കം ഫോൺ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതിന് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ശരിയാക്കി എടുക്കണം. നിങ്ങൾ കംപ്ലൈൻസ് വന്നാൽ നന്നാക്കി എടുക്കണം. നന്നാക്കി എടുക്കാനുള്ള ആരാണ്, നന്നാക്കി എടുക്കുന്ന ആൾക്കാരാണ് ഞാനീ പറയുന്നത് മൊബൈൽ ടെക്നീഷ്യന്മാർ. അപ്പോൾ ഈ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ഇനി ഈ മേഖല, അല്ലെങ്കിൽ ഇനി ഈ മൊബൈൽ എന്ന് പറയുന്ന മേഖലയിൽ ഒരിക്കലും താഴോട്ട് പോകുന്നൊരു മേഖലയല്ല. ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ കാര്യങ്ങൾ വന്ന് അപ്ഡേഷൻ ഉള്ളൊരു മേഖലയാണ്. അപ്പം നമ്മളൊരു ജോലി ചൂസ് ചെയ്യുമ്പോഴും നാളെ അപ്ഡേഷൻ വരാൻ, അല്ലെങ്കിൽ നിലവിൽ അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ചൂസ് ചെയ്താലേ നമുക്കുണ്ടാകുന്ന കരിയറിൽ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് കിട്ടത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ലാതെ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിക്കും, എന്നിട്ട് അതിങ്ങനെ ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോകും. നമുക്കൊരു വളർച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു കോഴ്സ് യൂസ് ചെയ്യുമ്പോൾ ലെവൽ അപ്ഡേഷൻ ഉള്ളതും, അതേപോലെ ഇനി മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖല പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കുടുങ്ങി നിൽപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കാനൊക്കെ കൺഫ്യൂഷനൊക്കെ അടിച്ച് നിൽക്കുന്നവരെ, ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുള്ള പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരെ എന്തിനു വിടണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ഒന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്ത് നോക്കുക. ഇനി ഒരു AI സാങ്കേതികം വന്നാലും, റോബോട്ടിക് ടെക്നോളജി വന്നാലും, എന്ത് മാറ്റം വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും സർവീസ് ചെയ്യാൻ എന്തില്ല, ഫോൺ സർവീസ് ചെയ്യാൻ ഇവരെ കൊണ്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. ഒരു AI കൊണ്ട്, റോബോട്ടിനെ കൊണ്ട് ഫോണുകൾ എന്തില്ല, ഫോണുകളല്ല ഒട്ടുമിക്ക ഇപ്പോൾ എന്താണെങ്കിലും സർവീസുകൾ ചെയ്യാൻ ഒരിക്കലെ കൊണ്ട് എന്തിനു പറ്റില്ല, മെഷീൻസിൽ പറ്റില്ല. അതിന് നമ്മൾ മനുഷ്യന്മാർ തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫീൽഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ ഒരിക്കലും AIക്ക് പറ്റില്ല. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ ജോലി സാധ്യതയെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനിയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഫീൽഡുകൾക്ക് എന്തുള്ളൂ, ജോലി സാധ്യത ഉള്ളൂ. മറ്റെല്ലാ ജോലികളും ചെയ്യാൻ നാളെ എന്തെങ്കിലുമൊക്കെ പുതിയ മെഷീൻസോ ടെക്നോളജീസോ ഒക്കെ വരാം. അപ്പോൾ ഈ ഒരു ഫീൽഡിന് ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇതിലുള്ള അപ്ഡേഷൻസ് എന്ത് ചെയ്യില്ല, മാറില്ല. അപ്ഡേഷൻസ് പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. കാരണം നമ്മളൊക്കെ ഈ മെയിനായിട്ട് തൊട്ട് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതിൽ നേരത്തെ ഉള്ള അപ്ഡേഷനും ഇപ്പോൾ ഉള്ള അപ്ഡേഷൻ, അതായത് ഫോൺസിൻ്റെ സ്പെക്കുലർ കാര്യങ്ങളിലല്ല, സർവീസിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുള്ളതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻ്റ് പറയാൻ പറ്റും, നല്ലൊരു കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കുന്നതിന് ഉറപ്പായിട്ടും കരിയറിലേക്ക് മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കി നിർത്തി നല്ല ഷോപ്പിലൊക്കെ കയറി വർക്കുകളും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പഠിക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഞാൻ ഈ പറഞ്ഞാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. നാളെ ഇനി ഏത് സാങ്കേതിക വിദ്യ വന്നെന്ന് പറഞ്ഞാലും എന്തില്ല, ഇതിൽ ഒരു ബാക്ക് ഓഫ് ഉണ്ടാവില്ല. ഇത് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് പുറമോട്ട് പോകുന്ന ഒരു സാഹചര്യം, ഇതിന് പുറമോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഒരു എൻവയോൺമെന്റൽ മാറ്റം കൊണ്ടും ഈ ഒരു ഫീൽഡിൽ വരില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ പാരൻസോ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ, ജസ്റ്റ് ഈ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിനെ പറ്റി എൻക്വയറി ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമായിട്ടുള്ള നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി, ഞാനവിടെ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ ഇതേ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചിറങ്ങി 1 ഇയറോളം എക്സ്പീരിയൻസ് എടുത്തിട്ട് പഠിപ്പിക്കാനുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇതേ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ ആ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കൊണ്ടും, ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് വന്നതിനെ കൊണ്ടും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കീഴിൽ ട്രെയിനിങ് ആണെങ്കിൽ ഒരുപാട് കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങിയ കുട്ടികളുണ്ട്. അപ്പോൾ റിസൾട്ട് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെവലുള്ള കുട്ടികളാണെങ്കിലും, ബേസിക്സ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും എന്ത് ലെവലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം നോർമൽ ഒരു കോഴ്സ് പഠിക്കുന്നതിന് അത്ര വലിയ പാടുള്ളല്ലോ. നമ്മൾ തിയറിയോ അങ്ങനെ വലിയ കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. നമുക്കിതിൽ കാര്യങ്ങളെ പറ്റി പ്രോപ്പറായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് കേൾക്കുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും, ഏതൊരു പയ്യനും, ഏതൊരു 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലൊക്കെ വൃത്തിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനോ
പിന്നെ പാരൻസിനൊക്കെ ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യാൻ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ വിളിച്ചൊന്ന് അറിയണം, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷൻ കാര്യങ്ങൾ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വന്നന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നന്വേഷിക്കാം, കോൾ ചെയ്ത് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൾ ചെയ്ത് അന്വേഷിക്കാം. അപ്പം വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല, നല്ലൊരു കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, എൻക്വയറി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം വന്ന് ഡയറക്റ്റ് നമ്മളോട് സംസാരിച്ച് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാം.